നേരിമംഗലത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ചതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബിജെപിയുടെ പ്രതിഷേധ മാർച്ചാണ് അവിടെ നടന്നത്. ഇപ്പോൾ പോലീസുമായി പ്രവർത്തകർ വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ മരിച്ചതിൽ നേരത്തെ മൃതദേഹവുമായി കോൺഗ്രസ് പ്രതിഷേധിക്കുന്നതാണ് ഇന്നത്തെ പകലിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ ബിജെപിയുടെ പ്രതിഷേധം അവിടെ നടക്കുകയാണ്. വന്യമൃഗശല്യത്തിന് പരിഹാരം കണ്ട ശേഷം മതി പോസ്റ്റ്മോർട്ടം എന്ന നിലപാടൊക്കെ കുടുംബം എടുത്തിരുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തി. ഇപ്പോൾ സന്ദീപ് രാജാക്കാട് നൽകും കൂടുതൽ വിവരങ്ങൾ. സന്ദീപ്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? സുജിയ, മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് ഇപ്പോൾ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അതിനൊപ്പമാണ് ഈ ആംബുലൻസ് മുമ്പോട്ട് കടന്നുപോയതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായിട്ട് രംഗത്തേക്ക് എത്തിയത്. വിവിധ സംഘടന രാഷ്ട്രീയ പ്രവർത്തകരടക്കമുണ്ട്. ബിജെപിയുടെയും കോൺഗ്രസിന്റെയും അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ അടക്കമുള്ള പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്. അവർ ശക്തമായ പ്രതിഷേധമാണ് ഈ രേഖപ്പെടുത്തുന്നത്. ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് ഒപ്പമാണ് ഇപ്പോൾ ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉള്ള ഒരു ഉന്തും തള്ളും സ്വാഭാവികമായി ഉണ്ടായിരിക്കുന്നത്. എന്തായിരുന്നാലും ശക്തമായ പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ എത്തി. ഇപ്പോൾ ഒരു വാഹനം കടത്തിക്കൊണ്ടുവന്നുകൊണ്ട് ആ പ്രവർത്തകരെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടം തന്നെ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നുള്ള തരത്തിലേക്ക് നാട്ടുകാർ സംഘടിച്ച് രംഗത്തെത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് ഈ മേഖലയിൽ ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായി, കാട്ടാനകൾ മേഖലയിൽ തമ്പടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും വിവരമറിയിച്ചിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിരുന്നില്ല. അതോടൊപ്പം തന്നെയാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത്ര കണ്ട് പ്രതിഷേധം ഉയർന്നിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു വിധത്തിലുള്ള നടപടിയും സ്വീകരിക്കുകയോ ഇവിടെ നാട്ടുകാരുടെ അടുത്തേക്ക് എത്തുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിയത്. ഈ വന്യമൃഗ ശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണാതെ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇതുമായി മുമ്പോട്ട് പോകുവാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു തരത്തിലേക്കുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയർത്തിയിരുന്നത്. എന്തായിരുന്നാലും പോലീസ് ശക്തമായ ഒരു ഇടപെടലാണ്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. ഒരു പ്രതിഷേധം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഈ മൃതദേഹം ഇറക്കി വെച്ചുള്ള ഒരു പ്രതിഷേധത്തിന്റെ സാധ്യത പോലീസ് മുന്നിൽ കണ്ടുകൊണ്ടിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ ആദ്യഘട്ടത്തിൽ പോലീസ് നേരത്തെ തന്നെ നിലയുറപ്പിക്കുകയും ഈ വാഹനം ഈ റേഞ്ച് ഓഫീസിന് സമീപത്ത് കൂടി മുൻപോട്ട് കടത്തിവിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അതിനുശേഷം ആണ് ഈ ആംബുലൻസ് കടന്നുപോയതോടുകൂടി തന്നെയാണ് പ്രവർത്തകർ ഈ നാട്ടുകാരടക്കമുള്ള ആളുകളുടെ പ്രതിഷേധം ശക്തമാക്കി രംഗത്തേക്ക് എത്തിയത്. മറ്റ് പോലീസ് വാഹനങ്ങൾ തടയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ പോലീസ് വാഹനത്തിന് മുന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. എന്നാൽ വിവിധ മേഖലകളിലായി ആളുകൾ മാറിയതോടെ ആ ഒരു പ്രതിഷേധം ശക്തമായ പ്രതിഷേധത്തിന് അല്പം അയവ് വന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായിരുന്നാലും നാട്ടുകാരുടെ പ്രതിഷേധം അതിശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു പോകുവാൻ തയ്യാറല്ല. ആ തരത്തിലുള്ള ഒരു പ്രതിഷേധം മാത്രമല്ല, തങ്ങളുടെ ജീവിതം സ്വത്തിനും സംരക്ഷണം നൽകണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഈ വനം വകുപ്പ് കാര്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ആവർത്തിക്കുകയാണ് നാട്ടുകാർ. എന്തായിരുന്നാലും പോലീസ് ആ കാര്യത്തിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ആ പ്രതിഷേധം തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ എന്തായിരുന്നാലും ഈ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടേക്ക് പോയിട്ടുണ്ട്. മറ്റുള്ളവർ MLA അടക്കമുള്ളവർ, അതുപോലെ തന്നെ മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ ഇപ്പോൾ ഇതുവഴി കടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മന്ത്രിമാരടക്കം MLA മാരടക്കം ദേവികുളം MLA, ഒപ്പം തന്നെ മറ്റ് ദേവികുളം MLA കടന്നുപോയിരിക്കുന്നു, റോഷി അഗസ്റ്റിൻ മന്ത്രി, അങ്ങനെ മന്ത്രിമാരടക്കമുള്ളവർ വലിയൊരു സംരക്ഷണത്തിൽ തന്നെ ഇപ്പോൾ ഇതുവഴി കടന്നുപോയിരിക്കുകയാണ് ഈ വീട്ടിലേക്ക്. സംസ്കാര ചടങ്ങുകളിൽ ഇല്ലെങ്കിൽ ആ ബന്ധുക്കളെ ആശ്വസിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള ഒരു നിലപാടിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ആ പ്രതിഷേധം ശക്തമായി തുടങ്ങി എന്നെങ്കിൽ പോലും പോലീസിന്റെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രതിഷേധം നടക്കും എന്ന് മുന്നിൽ കണ്ടിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സന്ദീപ് രാജാക്കാടാണ് നേരിമംഗലത്ത് നിന്ന് സംഘർഷത്തിന്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.